എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. കണ്ണൂർ സ്പെഷ്യൽ ബീഫ് ബങ്കി. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കാനും കൂടെ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഗീ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഗീ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. നമ്മൾ സാധാരണ ഇറച്ചിപ്പത്തിലിനും അതുപോലെ ചപ്പാത്തിക്കൊക്കെ മാവ് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. അങ്ങനെ മാവിത നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇത് അടച്ച് മാറ്റി വെക്കാം. മാവ് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. നമുക്ക് ഇതിനുള്ള ഫില്ലിങ് തയ്യാറാകുന്നത് വരെ അടച്ച് വെക്കാം. ഇനി ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 3 മീഡിയം സൈസിലുള്ള സവാള അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം ബീഫ് വേവിച്ച് ഫ്രൈ ആക്കിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചെയ്യാതെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. വേവിച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് എടുത്തത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഫ്രൈ ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നല്ലൊരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഫില്ലിങ് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മൾ മാവെല്ലാം നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം ഒരുപോലത്തെ ഒരു 4 ഉരുളകളാക്കിയിട്ട് മാറ്റാം. ഒരേ വലുപ്പത്തിൽ ഒരു 4 ഉരുളകളാക്കി മാറ്റുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇതുപോലെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ 4 എണ്ണം ഞാൻ ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഉരുട്ടി വെച്ചത് തന്നെ ആദ്യം എടുത്ത് പരത്താം. അപ്പോൾ കൗണ്ടർ ടോപ്പുമ്മിലേക്ക് അല്പം മൈദ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഉരുട്ടി വെച്ച മാവിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് റൗണ്ടായിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തി കൊടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ തന്നെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ടായിട്ട് പരത്തി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട്. ഇനി നമുക്കിതാ ഇത് ഒരു 8 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും കുറച്ചായിട്ട് ഫില്ലിങ് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഓരോ അറ്റത്തും ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് ഉണ്ടാവും. കുറച്ചായിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ പീസിലേക്കും ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ റോൾ ചെയ്തെടുത്താൽ മതി. ആദ്യം ഫില്ലിംഗ് ഒക്കെ ഒന്ന് ഒതുക്കുക. അതിനുശേഷം ഒന്ന് മാവ് കൊണ്ട് ഫില്ലിങ്ങിനൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൂടെ ഫില്ലിംഗ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരും. അതുകൊണ്ട് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അറ്റത്തെത്തുമ്പോൾ ഒന്നിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഥവാ ഒട്ടിക്കിട്ടുന്നില്ലെങ്കിൽ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടുന്നുണ്ട്. ഒട്ടിക്കിട്ടുന്നില്ലെങ്കിൽ
ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗീയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ അതിൻ്റെ അറ്റത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒട്ടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആക്കി കൊടുക്കാത്തത്. അങ്ങനെ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ബീഫ് ബങ്കി. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അത്രയാണോ വേണ്ടത് അത്ര ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ കുറച്ചെണ്ണം ഞാൻ എങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് വെക്കേണ്ടതെന്നും കൂടെ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് റെഡിയാക്കിയ കുറച്ച് സ്നാക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാടൊന്നും ആയി പോകരുത്, എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കുക. മാവിൻ്റെ ആ ഒരു പച്ച ഇത് ഒന്ന് മാറുന്നവരെ എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. നമ്മളിങ്ങനെ കൂട്ടിയിട്ടാലും ഒരു കുഴപ്പമില്ല, ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഒരു 3-4 ആഴ്ച വരെയൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ചൂട് പോയതിന് ശേഷം വേണം കേട്ടോ ഫ്രീസ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ളത് ഇതുപോലെ വാട്ടിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കൂട്ടിയിട്ടാൽ പോലും ഒരു പ്രശ്നവുമില്ല. ഇനി നല്ല കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് ഫ്രൈ ചെയ്താൽ